ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റി ടൊമാറ്റോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ഇത് നമ്മുടെ ഓണം, വിഷു, സദ്യകളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവം കൂടിയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കാണാം. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി ഞാനിത് ഒരു വലിയൊരു ബീട്രൂട്ടാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കറിൽ വിട്ടിട്ട് വേവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു 3-4 കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലോട്ട് അത്യാവശ്യം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരല്പം വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഞാനൊരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിനനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുക് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം. ഞാനിപ്പോൾ തേങ്ങയുടെ കൂടെ തന്നെ ഇട്ട് അരയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് 1-2 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ നമ്മൾ ഇതിനകത്തോട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ബീട്രൂട്ടും വെന്ത് കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ടൊന്നും വെള്ളം ചേർക്കരുത്. പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതും ഒരുപാട് അങ്ങ് നന്നായിട്ടൊന്നും അരയേണ്ട ആവശ്യമില്ല. അല്പം തരിതരിയായിട്ട് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഈ തൈര് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അങ്ങനെ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് ഈ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ട് വെള്ളം പോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു അല്പം കട്ടി കൂടുതലിരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ തൈര് എടുക്കാനായിട്ട്. ഇനി നമുക്ക് പച്ചടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് പച്ചടി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു മണമൊക്കെ പോകുന്നത് വരെ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ബീട്രൂട്ട് നന്നായിട്ടൊന്ന് ചൂടാവുകയും വേണം. അപ്പം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ അരപ്പിനകത്ത് നമ്മൾ ജീരകവും പിന്നെ കടുകും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ. ആ മണമൊക്കെ പോകുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ബീട്രൂട്ടും പിന്നെ ഈ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർന്ന് വരുന്നത് പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈരും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ഒരു അടിപൊളി കളറായിരിക്കും. അപ്പം ഞാൻ ഈ തൈര് ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കി ക്യാമറ നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു കറക്റ്റ് കളറ് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ക്യാമറ വെച്ചിട്ടുള്ള ആംഗിളാണോ ലൈറ്റാണോ പ്രശ്നമായിട്ടുണ്ട്. ആ തവിയിലുള്ള കളറാണ് കേട്ടോ ശരിക്കും ഇതിൻ്റെ കളറ്. പക്ഷെ ചട്ടിയിൽ കിടക്കുമ്പോൾ കളർ ഒരു വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും ശരി, ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് കൂടെ കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. പക്ഷേ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് ചേർത്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് താളിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിത് ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു 2-3 വറ്റൽമുളക് കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ നമുക്ക് പൊട്ടിച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ നല്ല ഫ്രഷ് കറിവേപ്പില അതും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ നല്ലൊരു അടിപൊളി കിടുക്കാച്ചി മണം കൂടെ വരും. അപ്പോൾ അത് നമുക്കങ്ങ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കാം അല്ലേ, കുറച്ചും കൂടെ ചേർക്കാണ്.
ഇനി ഇത് നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദേ ഞാൻ കടുക് താളിച്ചത് കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മളുടെ അടിപൊളി ബീട്രൂട്ട് പച്ചടി റെഡിയായി കഴിഞ്ഞു. അടിപൊളി സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്നാലും നമുക്ക് എന്താ പറയുക, ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. വേറെ ഒന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി. എല്ലാവരും ഇത് എന്താ പറയുക, ഉപ്പേരിയൊക്കെ കഴിക്കില്ലേ, അതുപോലെ കഴിക്കാനാണ് ഇഷ്ടപ്പെടുക. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാനിത് ചോറിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കും. എനിക്കതാണ് വലിയ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.